ഒരു മനുഷ്യൻ പള്ളിയിലോട്ട് കയറുന്ന സമയത്ത് ജമാഅത്ത് എടുക്കുകയാണ്, അപ്പോൾ അവിടെ സുന്നത്ത് നിസ്കരിക്കണോ? വേണ്ട. പക്ഷെ അവിടെ അവനക്ക് തഹയ്യത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അല്ലാഹു ഓഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ആ ഫർള് നിസ്കരിക്കുന്നതോടുകൂടെ പള്ളിയിൽ കയറിയിരിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം കൂടിയാണ് ഇത് എന്നവൻ്റെ മനസ്സിലൊരു കരുതലുണ്ടെങ്കിൽ ആ ഫർളിൻ്റെ കൂടെ ഇതിൻ്റെ കൂലിയും കൂടിയും കിട്ടും. പടച്ചോനെ നമുക്ക് തന്നിട്ട് ചില്ലറ എന്നല്ലല്ലോ, എല്ലാത്തിനും റൊഫ്സാ നിൽക്കണം, എല്ലാത്തിനും. ഇനി ഒരാൾ വുളൂ എടുത്തു വരികയാണ്, അപ്പോൾ വുളൂഇന് ശേഷം പള്ളിയിലോട്ട് വരുമ്പോൾ അവനക്ക് വുളൂഇന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം, പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, ളുഹറിൻ്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കാരം, ഈ 3 എണ്ണം കൂടി 2 റക്അത്തായിട്ട് നിസ്കരിക്കാം. 3 നിയത്തും കൂടി വെച്ചിട്ട് 2 റക്അത്തായി നിസ്കരിക്കാം. 3 പ്രതിഫലം കിട്ടും. പിന്നെ ഒരാൾക്ക് 3 നിസ്കരിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുകയും ചെയ്യാം. പക്ഷേ ഈ രൂപത്തിൽ വുളൂ ചെയ്ത് ഇങ്ങനെ നിസ്കാരം വരണം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ വുളൂഇലൊരു മാറ്റം വരണം. ഈ രൂപത്തിലായിരിക്കണം നമ്മൾ വുളൂ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. വുളൂവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വുളൂഇൻ്റെ ഷർത്തുകൾ പറയാനുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇനി പറയാനുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വരാം. ഇതിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബവി ഇമാം പറയാണ്, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ഖറജത ഖതായാ മിൻ ജസദിഹി ഹത്താ തഖറുജു മിൻ തഹത അൾഫാരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? അഹ്സനുൽ വുളൂഅ് ചെയ്തു, നല്ല വുളൂഅ് ചെയ്തു. എന്താ അഹ്സനുൽ വുളൂഅ്? ആ ഹദീസിനെ വിശദീകരിക്കല്ല. അഹ്സനുൽ വുളൂഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വുളൂഅ് ചെയ്തു എന്നതിൻ്റെ വിശദീകരണമായിട്ട് ശറഹ് മുസ്ലിമിലെ നബവി ഇമാം പറഞ്ഞ എന്താ? വുളൂഇനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ അമലുകളും 3 പ്രാവശ്യം ചെയ്യാന്നുള്ളതാണ്. വുളൂഇൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയോ അവയവങ്ങൾ തേച്ച് കഴുകണം. അതുപോലെ വലതുഭാഗത്ത് മുന്തിക്കണം. കൈ കഴുകുന്ന സമയത്ത് ആരും വലത് കൈയാണല്ലോ, പിന്നെയാണല്ലോ ഇടത് കൈ കഴുകേണ്ടത്. ഇങ്ങനെ എല്ലാം 3 പ്രാവശ്യം നിർവഹിക്കുകയും അതുപോലെ തന്നെ വലത് ഭാഗത്തെ മുന്തിക്കുകയും ഈ കഴുകേണ്ട സമയത്തൊക്കെ തേച്ച് കഴുകുകയും ഒക്കെ ചെയ്താൽ അതാണ് അഹ്സനുൽ വുളൂ എന്ന് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ മുഹിമ്മാത്ത് നമ്മുടെ അഹദൽ തങ്ങൾ വലിയ മഹാൻ. അല്ലാഹു തആല അവിടുത്തെ ദർജ നമുക്ക് ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകൾ അവസാന സമയത്ത് രോഗിയായി കിടക്കുന്ന സമയത്ത് വുളൂ ചെയ്യുന്ന സമയത്ത് കാലിങ്ങനെ തേച്ചെടുത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് കുനിന്നിങ്ങനെ തേച്ചെടുത്തുക. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാർ വേണ്ടി ഞങ്ങൾ കഴുകിത്ത കാലുമൊന്നും ചളിയൊന്നുമില്ലല്ലോ, കാരണം വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ മഹാനവരോട് ചോദിച്ചു, എന്തിനങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ കാലിങ്ങനെ കഴുകണ വെച്ചപ്പോൾ വുളൂവിന് ആ സുന്നത്ത് പോകില്ലേന്ന് ചോദിച്ചു. ആ സുന്നത്ത് പോകില്ലേന്ന്. അപ്പോൾ അഹ്സനുൽ വുളൂ അതാണ്. ഇങ്ങനെ വുളൂ എടുക്കുക. ഇങ്ങനെ വുളൂ എടുത്താൽ ആ മനുഷ്യന് ധാരാളം പ്രത്യേകതകൾ പറയുന്നുണ്ട്. അല്ലാഹുവേ, അത്തരം വുളൂകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെയാണ് വേറൊരു ഹദീസിൽ കാണാം, വലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ. സത്യവിശ്വാസി അല്ലാത്തൊരു മനുഷ്യനും വുളൂ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം നമുക്കിങ്ങനെ വുളൂഇനെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എല്ലാ സമയത്തും വുളൂഇനെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ ഈമാനുള്ളവരാണ് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വുളൂഇലൂടെ പ്രധാനമായി നടക്കുന്നത് ആത്മസംസ്കരണം. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു, നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. നമുക്കെന്ത് ചെയ്യുന്നു? ഖിയാമത്ത് നാളിൽ പ്രകാശത്തോടു കൂടി വരാൻ കഴിയുന്നു. ഇങ്ങനെ അനേകം വിഷയങ്ങൾ വുളൂഇലുണ്ട്. മനസ്സിനെ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങോട്ട് പോയിട്ട് മിണ്ടി എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങോട്ട് മിണ്ടണില്ല. അങ്ങോട്ട് പോയിട്ട് മിണ്ടി ഈ മനുഷ്യന്മാർ തെറ്റൊക്കെ പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് മിണ്ടി, എന്നിട്ടും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടില്ല. ഇനി എന്താ ചെയ്യുക ഉസ്താദേ എന്ന് ചോദിക്കണേ. ഇനി എന്താ ചെയ്യുക? എത്ര വെച്ചിട്ടൊരു മനുഷ്യനെ കാല് പിടിക്കാൻ പോവുക? അപ്പോൾ ഈ മനുഷ്യർക്ക് ഈമാനുണ്ട്. ഈ മനുഷ്യനൊക്കെ അങ്ങനെ ഒരു മനുഷ്യന് മിണ്ടാതെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അതിൻ്റെ വിഷയങ്ങൾ എന്താണ് എന്നൊക്കെ ആ മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്താ ചെയ്യുക എന്നുള്ളതാണ്. അത്തരക്കാരോടൊരു മറുപടി പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് നിരന്തരം പോയി ഒരു മനുഷ്യനെ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ആ മനുഷ്യൻ നമ്മളെ പരിഗണിക്കാതിരിക്കുകയാണ്. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് അയാളോടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞിട്ടും അയാൾ തിരിച്ച് നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ലീവ് ഇറ്റ്, അതിനെ വിട്ടേക്കുക. നമ്മുടെ ഭാഗം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ക്ലിയർ ചെയ്തു.
ഇനി അത് വിട്ടേക്ക്. അതാണ് മഹാനായ ഷാഫി ഇമാം പറയുന്നുണ്ടല്ലോ, ഇങ്ങോട്ടൊരു റെസ്പെക്റ്റും തരാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് കാണിക്കുന്ന വിധേയത്വം, ഇങ്ങോട്ട് നമുക്കൊരു പരിഗണനയും ആദരവും തരാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് പിന്നെയും നമ്മൾ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം വ്യക്തിത്വത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് എന്നുള്ളതാണ്. ആവശ്യത്തിന് നമ്മൾ അങ്ങോട്ട് പോയി വിഷയങ്ങൾ പറഞ്ഞു, തെറ്റ് തീർക്കാനുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ നടത്തി. എന്നിട്ടും ആ മനുഷ്യൻ കിബറ് കൊണ്ട്, അഹങ്കാരം കൊണ്ട് എനിക്കതിന് പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അതിനെ ഉപേക്ഷിക്കുക എന്നാണ് ഷാഫി ഇമാം പറഞ്ഞത്. അങ്ങനെ നമ്മളെ വാല്യൂ ചെയ്യാത്ത, നമ്മുടെ പ്രസൻസിനെ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മുന്നിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നഫ്സി, സ്വന്തം ശരീരത്തോടെ ഏറ്റവും വലിയ അതിക്രമം കാണിക്കുന്നവൻ ആരാണ്? മൻ തവാളഅ ലിമൻ ലാ യുക്രിമുഹു, തന്നെ ബഹുമാനിക്കാത്ത, തന്നെ പരിഗണിക്കാത്ത ഒരാളുടെ മുമ്പിൽ പോയിട്ട് പിന്നെയും ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്ന മനുഷ്യനാണ് എന്നുള്ളതാണ്. അപ്പൊ ആവശ്യത്തിന് പോവുക, എന്നിട്ടും ആ മനുഷ്യൻ നമുക്ക് വിധേയപ്പെടില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ രക്ഷപ്പെടുക, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ ബാധകൾ തീർക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇയാളുടെ പിന്നാലെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് ഇങ്ങനെ ഒരു അടിമപ്പണി ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അഭിമാനത്തെ അങ്ങേയറ്റത്തോളം വ്രണപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഈ വിധേയത്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ചെയ്തു കൊടുത്താൽ മതി. ഷാഫി ഇമാം പറയുന്ന വലിയൊരു കാര്യമാണ്. അതിൽ ഷാഫി ഇമാം പറയുന്ന വേറെ വിഷയമാണ് എന്ത്? തനിക്ക് പ്രയോജനം കിട്ടാത്ത ഒരാളുടെ സൗഹൃദത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒരാളെ നമ്മൾ എത്രയോ അയാളെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല, അയാൾക്ക് നമ്മളെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് അയാളടുത്ത് എന്തോ ഒരു മഹബത്തൊക്കെ ഉണ്ടായിട്ട് കുറേ നടന്നു നോക്കി, എന്നിട്ടും കിട്ടണില്ലെങ്കിൽ നമ്മളെ വേണ്ടാത്ത സ്ഥലത്ത് എന്തിനാണ് നമ്മളെ പ്ലേസ് ചെയ്യണത്? നമുക്ക് വാല്യൂ കിട്ടാത്ത, നമ്മളെ പരിഗണിക്കാത്തൊരു സ്ഥലത്ത് എന്തിനാണ് നമ്മളെ പ്ലേസ് ചെയ്യണത്? നമ്മളെ വാല്യൂ കിട്ടുന്ന, നമ്മളെ ആവശ്യമുള്ള സ്ഥലത്ത് പോയിരിക്കുക. നമ്മളെ ആവശ്യമില്ലാത്ത, നമ്മളെ പരിഗണിക്കാത്ത സ്ഥലത്ത് പോയിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അതാണ് ഷാഫി ഇമാം പറഞ്ഞത്. അപ്പോൾ അത് ജീവിതത്തിൽ പകർത്തുന്ന ഒരു തത്വമാണ്. ഷാഫി ഇമാമിൻ്റെ തത്വം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തത്വമാണ്. അപ്പോൾ ആവശ്യത്തിന് മിണ്ടാൻ പോവുക, എന്നിട്ടും ആ മനുഷ്യൻ വിധേയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ അങ്ങോട്ട് എത്രയോ പോയി സംസാരിച്ചു, ഈ തെറ്റുകളൊക്കെ തിരുത്തണം എന്ന ആഗ്രഹത്തിൽ അങ്ങോട്ട് എത്രയോ പോയി നിങ്ങൾ സംസാരിച്ചു, അവരോട് മാപ്പ് പറഞ്ഞു, പൊരുത്തപ്പെടിപ്പിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ആ മനുഷ്യരെ തിരിച്ച് വീണ്ടും കുത്തുവാക്കുകൾ പറയുകയാണെങ്കിൽ, ആ മനുഷ്യരെ വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കി നല്ലൊരു കാലത്തിനായി നമ്മൾ കാത്തിരിക്കുക. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മനോഹരമായ നാളുകളാണ് വരാനിരിക്കുന്നത്. ഇവിടെ ആ മനുഷ്യന്റെ പിന്നാലെ പോയി നമ്മൾ ചെറുതായി പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുന്നും വേണ്ട. അതേ ദുനിയാവിൽ നമ്മൾ ആഖിറത്തേക്ക് വേണ്ടി ആ മനുഷ്യനെ ഒന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി പോയി ഒന്ന് താഴ്ന്നു കൊടുത്തതാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അങ്ങനെ ഈ ചെയ്തിട്ടും ആ മനുഷ്യൻ നിന്നോട് വീണ്ടും കരുണ കാണിക്കുന്നില്ലെങ്കിൽ, നിന്നോട് വിധേയത്വം കാണിക്കുന്നില്ലെങ്കിൽ നീ സങ്കടപ്പെടുന്നും വേണ്ട. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. മനോഹരമായ ലോകം വരാനില്ലേ? അവിടെ ഈ ചെറുതായതിനും ഇവിടെ അങ്ങോട്ട് പോയി മാപ്പ് ചോദിച്ചിട്ട് അയാൾ പരിഗണിക്കാത്തതിനൊക്കെ പകരമായി നിനക്ക് അല്ലാഹു തആല അവിടെ ധാരാളം തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെല്ലാം നൽകും. അതുകൊണ്ട് മനോഹരമായ ലോകം വരാനുണ്ട്. ആ മനോഹരമായ ലോകത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രതീക്ഷ കൈവിടാൻ പാടില്ല. കഴിഞ്ഞ ദിവസം തൊടുപുഴക്കാരനായൊരു റഹീമിക്കയെ പരിചയപ്പെട്ടു. നാട്ടിലോട്ട് ബസ്സിൽ പോയപ്പോൾ ബസ്സിൽ നിന്ന് കണ്ടതാണ് തൊടുപുഴക്കാരനായ റഹീമിക്കെ. ആ മനുഷ്യനായിട്ട് ഇങ്ങനെ ധാരാളം സംസാരിച്ചപ്പോൾ ഏകദേശം ഒരു ദീർഘമായ കാലം അയാൾ പ്രവാസിയാണ്. അപ്പോൾ സംസാരത്തിനിടയ്ക്ക് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇന്നേ വരെ ഞാൻ ആരെടുത്തും പറയാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ അയാൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. പ്രതീക്ഷ കൈവിടരുത് എന്ന് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ഉംറക്ക് പോകണമെന്ന് വലിയ താല്പര്യമാണ്. പക്ഷെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഈ ഉംറക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരുക്കല്ല. പ്രവാസിയാണല്ലോ, വെള്ളിയാഴ്ച അവധിയാണ്. വെള്ളിയാഴ്ച കിട്ടുന്ന അവധിയിൽ എല്ലാ മനുഷ്യരും കടന്നുറങ്ങും. പ്രവാസികൾക്കറിയാം, ഈ മനുഷ്യൻ വെള്ളിയാഴ്ച നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, എന്നിട്ട് സ്വലാത്തും ഇല്ലും, ധാരാളം സ്വലാത്തും ഇല്ലും. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന കാര്യമോ ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്ന കാര്യമോ ഒരാളോടും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ വലിയ താല്പര്യം ഉംറക്ക് പോകാനാണ് എന്നും ആ മനുഷ്യനെ ചെയ്തിട്ടില്ല, ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല. അയാൾ ഒരു വെള്ളിയാഴ്ചയോ 2 വെള്ളിയാഴ്ചയോ, 1 വർഷത്തെ വെള്ളിയാഴ്ചയോ 2 വർഷത്തെ വെള്ളിയാഴ്ചയോ ഒന്നുമില്ല, പ്രതീക്ഷ കൈവിടാതെ
അയാൾ ഒരുപാട് കാലം, ഒരുപാട് വർഷക്കാലം ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് അയാളുടെ കമ്പനിയിൽ നിന്ന് അയാൾ ഉംറക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കണേ. നിങ്ങൾക്ക് ഉംറക്കുള്ളൊരു അവസരമുണ്ട്. അയാൾ ഭയങ്കര സന്തോഷത്തിൽ ഉംറക്കൊക്കെ പോകാലോ എന്നൊക്കെ കരുതി ഇങ്ങനെ റായത്തായി നിൽക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വന്ന് ഇയാളുടെ സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴും ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. മൂപ്പര് പിന്നെയും സ്വലാത്തല്ലേ, ആരടുത്തും പരാതിയും പരിഭവം പറയാനൊന്നുമില്ല. അദ്ദേഹം ആ കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ മനുഷ്യനെ ക്യാൻസലാക്കി. ഈ മനുഷ്യനക്ക് എന്നെ അവസരം കിട്ടി. പക്ഷേ ഈ മനുഷ്യന് താകുള്ളത് 200 ദിർഹമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഉംറക്ക് പോയി ഒന്നും ആവില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴാണ് ഈ ഉംറയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വിളിക്കുമ്പോൾ അവിടുന്ന് ഒരു സംഖ്യ കൊടുക്കണത്. പിന്നെ വേറെ എവിടുന്നൊക്കെ സംഖ്യ കിട്ടുക. അങ്ങനെ ഏകദേശം ഓർമ്മ ശരിയാണെങ്കിൽ 1400 ദിർഹമായിട്ടാണ് ഈ മനുഷ്യൻ ഉംറക്ക് പോണേ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അയാൾ എത്രയോ കാലം സ്വലാത്തല്ലി ഉംറക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു. കയ്യിലൊന്നുമില്ല, പോകാനുള്ള വഴികളുണ്ടോ എന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ മിൻ ഹൈസു ലാ യഹ്തസിബ്, അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉംറ സാധിപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ സങ്കടപ്പെടുന്നും വേണ്ട. നമ്മൾ കിട്ടൂല, നമ്മളത് ലഭിക്കൂല എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്തേക്കാരം ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും നമ്മൾ കൃത്യമായി കൊണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.